എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ സ്റ്റൂ ആണ്. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 ചെറിയ ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ആദ്യം വേവിച്ചെടുക്കണം. കട്ട് ചെയ്യാതെ വേവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് 3 വിസിൽ വരുന്നിടം വരെ നന്നായി വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. മുഴുവൻ ആവി പോയതിന് ശേഷം മാത്രം പൊട്ടറ്റോയും ക്യാരറ്റും പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 4 ഏലക്കായ, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ടയാണ്. ഇതുകൂടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മുഴുവൻ ആവിയും പോയതിന് ശേഷം ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നല്ലതുപോലെ കൈ കൊണ്ട് ഉടയ്ക്കാവുന്ന പരുവത്തിലായിട്ടുണ്ടാവും. ഇതുപോലെ കൈ കൊണ്ട് ഉടച്ചൊന്ന് മാറ്റി വയ്ക്കുക. കത്തി കൊണ്ട് മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ്. വഴണ്ട് വന്നിട്ടുള്ള സവാളക്കൂട്ടിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് പൊട്ടറ്റോയിലേക്കും നല്ലതുപോലെ ചൂട് പിടിച്ചിട്ടുണ്ടാവും. നല്ലതുപോലെ ചൂടായി പൊടികളുടെ മണമെല്ലാം മാറി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. ക്രഷ് ചെയ്ത പെപ്പറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് തേങ്ങ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത പാല് 1-ാം പാലായി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് പിഴിഞ്ഞെടുത്ത പാലാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്തതായതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് തേങ്ങാപ്പാലിലിട്ട് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. കിഴങ്ങ് തേങ്ങാപ്പാലിലേക്ക് ചേർന്ന് ഉടഞ്ഞു കിട്ടുമ്പോഴാണ് കറി നല്ല തിക്കായിട്ട് വരിക. തിക്കായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കുറച്ചുകൂടി ചാറ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പിട്ട് വേവിച്ചതുകൊണ്ടാണ് ഇടയ്ക്ക് ഉപ്പ് ചേർക്കാതിരുന്നത്. ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാല് കൂടി ചേർത്ത് ഒന്നുകൂടി കറി ലൂസാക്കി എടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അപ്പത്തിനൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണതാണ് നല്ലത്. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറുകിയ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീർത്തും ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരുപാട് മധുരപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടേസ്റ്റ് കുറച്ചൊരു മധുരം ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുക്കുക. കറിയിലേക്ക് താളിച്ചൊഴിക്കുന്ന സ്റ്റെപ്പും ഓപ്ഷണലാണ്. ഒരുപാട് എണ്ണയൊന്നും വേണ്ടാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കുക. അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും വേണ്ടാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിലായാലും നമുക്കിത് ട്രൈ ചെയ്യാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.